ബാക്കിയുള്ളിടത്തൊക്കെ എൻ്റെ വീട് കൊള്ളാം, സൂപ്പർ. അവിടെ B60 ഇല്ലേ ഇവിടെ? ഉണ്ട്. ഫോണും എടുക്കൂല. വിളിച്ചതിൽ നന്ദി. ഹായ് മെഹന്തി. നീ നിന്റെ മുടി ഇങ്ങനെയാണല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതോ അങ്ങനെ കരയാച്ചല്ലേ മറ്റേത്? ഇവിടുന്നത് ഇരുട്ടത്ത് ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ്. ഷൂസിൽ എന്തോന്നു? അതേ വരച്ചത് കാറുകൾ. ഇതാരാലോ ഇതില്? ഇതെല്ലാം GT. എല്ലായിടത്തും GTR തന്നെയല്ലേ? ഫിഷ് ടാങ്കിൽ വരെ മറ്റേതാണ്. ഇതും വെച്ചോ. വേറെ വീട്ടിൽ വന്നല്ലേ? സ്പീക്കർ ബോസ്. ഓക്കെ ബോസ്. ടേൺ ടേബിൾ സീനാണ് കേട്ടോ. മൊട്ട പപ്സ്, ചട്ടി പപ്സ് വീട്ടിലാ ഉണ്ടാക്കിയ? ഇവിടെ ഉണ്ടാക്കിയ? എനിക്ക് ഭയങ്കര നോമ്പ് തുറന്നിട്ട് എടുക്കാം ബാക്കി. ഇന്ന് നോമ്പുറ. എനിക്ക് ഈ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. കൊള്ളാം. ഇതിന് എന്റെ പേരെന്തോ? മാംഗോ സ്ട്രീമാ? മാംഗോ STEIN. കൊള്ളാം കേട്ടോ. ഇത് നമ്മുടെ മുട്ട പപ്സ് കഴിക്കാം. ചെറുത് നല്ല ഫ്രഷ് മുട്ട പപ്സ്. മുട്ട പപ്സ് അല്ല, ബീഫ് പപ്സ്. ബ്രിസ്ക്കറ്റ് ആണെന്ന് തോന്നുന്നു. ബ്രിസ്ക്കറ്റ് മുട്ടയല്ല, ബ്രിസ്ക്കറ്റ് പപ്സ്. കിട്ടില്ല. ഞാൻ മുട്ട പപ്സിന്റെ മൈൻഡ് കഴിച്ചതാ. സോ ഗുഡ്. ബിരിയാണിയാ? ബിരിയാണി അല്ലേ? പിന്നെന്താ? സ്റ്റേക്കായിരിക്കും. അതുമല്ലേ? എന്താണോ ചട്ടിപ്പത്തിരി വെച്ച് ചെയ്യാം. ചട്ടിപ്പത്തിരി നീ അല്ലേ ഉണ്ടാക്കിയ? ചിക്കൻ മട്ടൺ ബീഫ്. ബീഫ് അതിന്റെ അകത്ത് എനിക്ക് മറ്റേ ബിസ്ക്കറ്റ് പോലത്തെ സാധനമായിട്ട്. മുട്ട പപ്സ് ഉണ്ട്. മുട്ടയാണെങ്കിൽ പകുതി എനിക്ക്. രക്ഷയില്ല, അത് അടിപൊളി ടേസ്റ്റ്. ഞാനൊരു ബാവ് എടുത്തു ഗൈസ്. ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഒരു ഇഫ്താറാണ് നമ്മൾ കഴിക്കുന്നത്. നോർമൽ അല്ല, ഇത് രക്ഷയില്ല. ബാവ് ഇതാണ് മുട്ട പപ്സ്. മുട്ട ഉണ്ട്, കൊണ്ടുണ്ട്. അതൊരെണ്ണം കാണുതാ. ബാവ് അടിപൊളി. അതാണ് നോക്കിയാ. Oh my god. Biscuit. Yes, bro. We understood it's a biscuit. Nice, beautiful. Rosemary. മുട്ട പപ്സ് കിട്ടിയാ? മുട്ട പപ്സ് കിട്ടാൻ പകുതി വേണം. ഞാൻ കണ്ടത് മുട്ട അരിയുന്നത്. ഷൂറോ? അതിന്റെ ഇത് മുട്ട പപ്സാ. അടിപൊളി, സൂപ്പർ പപ്സ്. ഒന്നും പറയാനില്ല. റാണിയുടെ വീട്ടിലെ പപ്സിനെ പൊട്ടിച്ചു. റാണിയുടെ വീട്ടിൽ വേറെ പപ്സ് മാത്രം ഇവിടെ കയറിപ്പോയി, ബാക്കിയല്ല അവിടെ. സത്യം, പപ്സ് മാത്രം ഇവിടെ കയറിയാണ്. അതിൽ പ്രശ്നം അറിയോ? അത് പപ്സ് റാണി ഉണ്ടാക്കിയോണ്ടാ. പപ്സ് റാണിയാണ് ഉണ്ടാക്കി. ബാക്കിയുള്ള ഉമ്മയാണ്. ഇതെന്ത് സാധനം? ബാവ്. എന്താ നമുക്ക് സാധനമാണല്ലോ. കിട്ടില്ല സാധനം ബാവ്. എന്താ? പിന്നെ ഞാൻ പാഷൻ ഫ്രൂട്ട്,
ലെമൺ റോസ്മേരി ഞാൻ സാൻഡിയോ സിറപ്പ് സ്പ്രൈറ്റും എന്തോ ഉണ്ട്. കിടിലം കിടിലം. ഓ എന്റെ പൊന്നോ, ഇത് കുറെ ഉണ്ടല്ലേ. ഈശ്വരൻ 2 കിലോ ഉണ്ടെന്ന് അതിന്റെ കൂടെ ഉണ്ട്. ഇത് അനുഭവം പറഞ്ഞിരുന്നു. ആ ചോറെന്താ? അതാ സ്പെഷ്യൽ. എനിക്ക് തോന്നുന്നു ഇതിന്റെ ആ ഒരു സ്റ്റോക്ക് എല്ലാം ഫാറ്റ് വെച്ച് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കഴിക്കില്ലടാ. ഞാൻ 2 സൂര്യകുളത്തിൽ ഞാൻ എല്ലാം കുറച്ചുണ്ടാക്കിയതാ സൈഡുകളൊക്കെ. അതെങ്ങനെ സൂര്യകുളത്തിൽ 3 ദിവസം കഴിച്ചത്. പോയി നിസ്കരിച്ചിട്ട് വരും മക്കളെ. ഹായ് പ്യൂരിഫയർ ഗൈസ്. ലവന്റെ സറൗണ്ട് സിസ്റ്റം ആണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഡാൽബി 5.1 സോണി. Nice. Smoked Yasir special smoked beef ribs with some amazing rice and curd. ഇത് കഴിക്കണോ അല്ലേ? Yes. കഴിക്കണം. അങ്ങനല്ലടാ, ഇതിങ്ങനെ ഇതാ. ഓ ഇതിങ്ങനെ ഓരോന്നായിട്ട് എടുക്കണോ? എന്റെ അമ്മോ. കളറ് കണ്ടാൽ അറിയാം. വീട്ടിൽ കൊണ്ടുപോയി മറ്റവനെ അടി കൊടുക്കാം. ചപ്പാത്തി എന്റെ മോനെ ഇതെന്തോന്നത്? ഓ എന്റെ അമ്മോ. ആണോ? Coming soon in 360. കട്ടയാണോ? കട്ടൊന്നും ചെയ്യണ്ടാ, പെട്ടെന്ന് കൂരി വരുന്നുണ്ട്. ഇങ്ങനെ ശരി. നല്ല ചാറും. 8 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത നല്ല ബീഫും നല്ല ചോറും. ഫോട്ടോ എടുത്തിട്ടുണ്ട്. മരിച്ചോളാ അത് കഴിക്കല്ലേ? പക്ഷെ ചോറും ഈ മീറ്റും ഒരു രക്ഷയില്ല. ഓ ഒരു രക്ഷ. ഓ ജോബ് വെൽ ഡൺ. ഇതൊക്കെ വലിയൊരു ജോബാണോ? നിന്റെ ഇഫ്താർ എന്നടാ? നിന്റെ അതെന്തോ സാധനം? ഇഫ്താർ വയ്ക്കണില്ല? നമുക്കത് അറിയത്തില്ല. ഈസ്റ്ററിന് വിളിക്കാം എല്ലാരും. ഈസ്റ്ററിന് എല്ലാവരും വിളിക്കാൻ വരുമോ? മിക്സ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്ററുകൾ ഇവിടെ ഇല്ലല്ലോ. എന്തൊരു ടേസ്റ്റഡേ. ഞാനേ എങ്ങനെയുണ്ട്? കിടിലം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കും. കുറച്ച് വെച്ചോ. താങ്ക് യു. കുറച്ച് ഗ്രീൻസും. സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ നമ്മള് ഡെസർട്ട് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെന്തോരം ഉണ്ട്, അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇഫ്താർ സെറ്റ്. ഒത്തിരി ഫുഡായിരുന്നു. റിപ്സ് ഒക്കെ വേറെ ലെവൽ ഇല്ലേടാ? റിപ്സ് വേറെ ലെവലല്ലേ? ഫുൾ ടു ഗുഡ് മാൻ, ടു ഗുഡ്. To be yellow, guys. ഇതെന്താ? No, this like ഇത് ഇതല്ലല്ലേ? Oh, come on. എന്തോ ഉണ്ട്, എന്തോ Come on, bro. Caramelizing. എടാ ഇത് ഇങ്ങനെ നല്ലടാ. നീ കത്തിച്ചോടാ. ക്രീം ബ്രൂളേ. ഇത് 5 സ്റ്റാർ പരിപാടി കേട്ടോ. ഇതും കത്തിക്കൂ. ഇപ്പം ഈ സാധനം നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പനാക്കോട്ട അല്ല, സ്പൂണാ. നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ? അല്ല നിങ്ങൾക്ക് സ്പെഷ്യൽ ഒന്നുമില്ലല്ലേ? ആ എന്നാ വാ, കമ്മ് പനാക്കോട്ട കമ്മ്. അതില് ചോക്ലേറ്റിന്റെ ഇതുണ്ട്. I got from Netto ആ കവറില്. എന്താ കേക്കാ? Chocolate. Letto cafe. ഇതിങ്ങനെ മിക്സ് ചെയ്ത് അടിക്കാനുള്ള സാധനമാണ്. മിക്സ് ചെയ്യണം. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഇതാണ്.
എന്ത് നല്ല പുളി. സോർബെ. സോർബെ അല്ല അത് ഇതും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ബാലൻസ് വരും. സോർബ റാസ്ബെറി. Puree. മോനെ ഒരു രക്ഷയില്ല കേട്ടോ. നീ എന്താ ബർഗറിൽ ഒതുക്കി ജീവിക്കുന്നത്? ബർഗറെ തുടങ്ങിയത് ബർഗറിലെ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റാം. അതല്ല തുടങ്ങിയതുള്ളൂ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം. മറ്റേ ഡോർസ് പോലത്തെ ഉണ്ടാവും. അതെ അതെ പ്രസിഡൻഷ്യൽ സൂപ്പ് പൊട്ടിച്ചു. അയ്യോ അയ്യോ. Why did you eat them? ഓ സൂപ്പർ. എന്തോന്ന് പറ. ഇതാ ഇത് മറ്റേതാണ് എഗ് ക്രീം റൂളല്ലേ? Cream. കണക്കോട്ടോ അവരെ കൂടെ ഓ ഇത് എനിക്ക് വരുന്ന ഫ്ലേവർ കറക്റ്റ് പറയാം. മുട്ടയുടെ മഞ്ഞ. മുട്ടയുടെ മഞ്ഞ പാനില്. ഇത് കോഴിമുട്ടയാണ്, താറാവ് മുട്ടയല്ല. കറക്റ്റ് ഞാൻ പിടിച്ചോട്ടോ. അത്ര ഞാൻ പിടിച്ചു. കോഴിമുട്ടയുടെ ഇളം മഞ്ഞ. മഞ്ഞ ഓറഞ്ച് അല്ല. ഓറഞ്ച് അല്ല, ഇളം മഞ്ഞ. അതാണ് ആ ടേസ്റ്റ് ഇങ്ങനെ വാരി തട്ടിയിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? ബ്യൂട്ടിഫുൾ ഫിനിഷ്. ഇതൊരു രക്ഷയില്ല. ക്രീം റൂളിലെ അമേസിംഗ് ഹോസ്റ്റ്. ബ്യൂട്ടിഫുൾ ടച്ചിൽ പാടാം. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അടിപൊളി. താങ്ക്സ് ഡി. കഷ്ടപ്പെട്ടതിന് കൊള്ളാം. ആര് കഷ്ടപ്പെട്ട്? അവള് അവളെ കഷ്ടപ്പെട്ട്. അവളത്തെ മടക്ക് സാധനമില്ല. ഫുള്ള് പാത്രം കൈ വെക്കണം. അത് ശരി കേട്ടോ. ഞാൻ കഷ്ടപ്പാട് തുടങ്ങുന്നത്. ക്ലീനിങ്. ഇനിയാണ് അവള് കഷ്ടപ്പാട് തുടങ്ങുന്നത്. അടിപൊളി. Thank you for hosting. Thank you It was for amazing. hosting us. Wonderful experience. Thank you. Experience. നീ ഒരു ഷെഫാണെന്നുള്ള നീ പ്രൂവ് ചെയ്തു. അല്ല അപ്പൊ ഈ പെരുന്നാള് നീ എവിടെ അബുദാബി പോണോ? അറിയില്ല പ്ലാൻ ചെയ്യണം. നിങ്ങൾ എന്താ പരിപാടി? ഇല്ലേ നമ്മളൊക്കെ ഇല്ലേ? ഒന്നും അറിയില്ല. എല്ലാം അല്ല, ഞാൻ ഇത് കഴിഞ്ഞ് ഇല്ല. ഇതൊരു പാർസൽ അയച്ചാൽ മതി. വീട്ടിൽ എക്സ്പീരിയൻസ് ആയിട്ട് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എക്സ്പീരിയൻസ് കേൾക്കുന്നത്? അങ്ങനെ നല്ലത് ഇഷ്ടപ്പെട്ടില്ല. ഏതാ? ഇത് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടെന്നല്ലോ പറഞ്ഞത്. എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ നിനക്ക്? നീ പോയിക്കോടാ, ഈ ടോർച്ചിൽ പോണാവും. How's the experience? ഏത്? This one? അടിപൊളിയാ. കിടില. അത്രേ ഉള്ളൂ. വാതൊന്നും പറയത്തില്ല. Thank you, മൈലഞ്ചി. ഓ മെഹന്തി. മെഹന്തി. ഓ ഓ ഓ ശരി ആ. ഗൈസ്. അങ്ങനെ ട്രീറ്റ് കഴിഞ്ഞിട്ട് ഇഫ്താർ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇനി വേറെ ഒന്നുമില്ലല്ലോ. ഇവനെ കൊണ്ട് വിടുക എന്നുള്ള കൃത്യം മാത്രമേ ഉള്ളത് മാത്രമേ ഇപ്പൊ ഉള്ളൂ. ഓക്കെ. അത് ചായ വേണമെങ്കിൽ മഷാദ വേണമെങ്കിൽ. അയ്യോ പക്ഷെ അത് വരെ പോണ്ട. അപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ട് ടാറ്റ പറയുന്നു ഗൈസ്. സൈനിങ് ഓഫ്. ചായ കുടിച്ചോ? ടാറ്റ പറടാ. ടാറ്റ. ടാറ്റ പറടാ. ടാറ്റ. ഓക്കെ ബൈ ബൈ ഗൈസ്. സ്പെഷ്യൽ ഫുട്ടേജ് ഇതാണ്. കരാമയുടെ ഒരു ശരാശരി ബോംബ് വീഴുന്ന മെസ്സേജ് ഒക്കെ കിട്ടണ കരാമയുടെ തിരക്ക്. അപ്പൊ നിങ്ങൾ ആ സാധനം ഇല്ലായിരുന്നെങ്കിൽ ഈ റോഡ് എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാണ്. ജനം മൊത്തം മലയാളികളാണ്. ഫുൾ മലയാളീസ്. എവരിവെയർ മലയാളീസ്. മലയാളി മാസം യുനോ. ബട്ട് യാ ഇത് പക്ഷെ കുറവാണ് കേട്ടോ. ദിസ് ഇസ് കമ്പാരിറ്റീവ്ലി ലെസ് കമ്പയറിംഗ് വിത്ത് ദ ഓൾഡ് OG ക്രൗഡ് ഇല്ലേ? കുറഞ്ഞിട്ടില്ല. ഇല്ല, പക്ഷെ നാളെ മറ്റന്നാളൊക്കെ നല്ല തിരക്കുണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ കണ്ടതിൽ കുറച്ച് കുറവാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ഓർക്കലോടായിരുന്നു. പക്ഷെ വണ്ടി പോലും പോകാൻ പറ്റില്ല. ഇങ്ങനെ അനങ്ങില്ല. ഇത് അനങ്ങുന്നുണ്ടല്ലോ വണ്ടി പോലും അനങ്ങില്ല. ഓ യാ മിസ്സില് എന്നുള്ളൊരൊറ്റ സാധനം കാരണമാണ് ഇത്രയ്ക്കും ജനം കുറഞ്ഞത്. എന്നാലും ജനമുണ്ട്. നമുക്ക് നമ്മളെ പഴയ മറ്റേ ഉത്സവപ്പറമ്പിലൊക്കെ എത്തിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഭയങ്കര രസമാണ്. കൊള്ളാം. മൊത്തം വെറൈറ്റി ഫുഡുകളും മധുര പലഹാരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ ഇഫ്താർ ആഘോഷിക്കുകയാണ് ഗൈസ്. സോ യാ എന്ന് പറഞ്ഞു ബൈ.